SSLVയുടെ വിക്ഷേപണം വിജയകരം കണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി ISRO സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആതിര ചേരുന്നുണ്ട്. ആതിര, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SSLVയുടെ രണ്ടാം ഘട്ട വിക്ഷേപണമാണ് വിജയകരമായിരിക്കുന്നത്. ISROയുടെ പുതിയ റോക്കറ്റ് SSLVയുടെ രണ്ടാം പരീക്ഷണ വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസിൽ 9:18 നടന്നത്. ആദ്യഘട്ടം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 7 ഇത് ദൗത്യം പരാജയപ്പെട്ടിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ആദ്യ വിക്ഷേപണ വാഹനത്തിന്റെ ചില സാങ്കേതിക ഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ISRO രണ്ടാമത് വിക്ഷേപണം നടത്തുന്നത്. 3 ഉപഗ്രഹങ്ങളെയാണ് ഈ ദൗത്യത്തിൽ SSLV ബഹിരാകാശത്തെത്തിക്കുന്നത്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-07, അമേരിക്കൻ കമ്പനി അന്റാരിസ് ജാനസ് 1, ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ ആസാദിസാറ്റ് 2 എന്നിവയാണ് ദൗത്യത്തിലുള്ളത്. ബഹിരാകാശ വിപണി കീഴടക്കാനായി ISRO അവതരിപ്പിച്ച പുതിയ വിക്ഷേപണ വാഹനമാണ് SSLV എന്ന് പറയുന്നത്. 34 മീറ്റർ ഉയരവും 2 മീറ്റർ വ്യാസവുമുള്ള ഈ റോക്കറ്റിന്റെ ഭാരം എന്ന് പറയുന്നത് 120 ടണ്ണാണ്. 50 കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ 500 കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ 500 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാനുള്ള ശേഷിയും ഈ SSLVക്കുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 7 ഈ SSLV ദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്ന് സെർവർ തകരാർ മൂലമാണ് ഈ ദൗത്യം പരാജയപ്പെട്ടത്. വീണ്ടും ഇന്ന് വിക്ഷേപിക്കുകയായിരുന്നു. പൂർത്തിയാകാത്ത ആദ്യ ദൗത്യത്തിന്റെ പിഴവുകൾ 6 മാസത്തിനകം തിരുത്തി വീണ്ടും നിക്ഷേപിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിലെ ആദ്യമാണ്. വ്യക്തമാണ്. എന്തായാലും വളരെ അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. രാവിലെ 9:18 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും SSLV വിക്ഷേപണം നടത്തി. തുടർന്ന് മൂന്ന് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഭൗമ ഉപഗ്രഹമായ EOS-7, അമേരിക്കൻ ഉപഗ്രഹം ജാനസ് 1, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ, കേരളത്തിലടക്കമുള്ള സ്പേസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആസാദിസാറ്റ് 2 എന്നീ 3 ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതിനെയാണ് വിശദാംശങ്ങൾ പങ്കുവരുന്നത്.